നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്ന ചാപ്റ്ററിലെ അടുത്ത പോർഷൻസ് ആണ്. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നുള്ളതാണ്. നോക്കാം സ്റ്റോക്ക് സ്പ്ലിറ്റ്. A stock split is a process by which a company reduces the face value of its shares by dividing each existing shares into multiple shares. This is done to make the shares more affordable for small investors and to increase the liquidity of the shares in the market. അപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് തന്നെയുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം വലിയ വാല്യൂ ഉള്ള ഒരു ഷെയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ, ഇപ്പോൾ റിലയൻസ് പോലുള്ള കമ്പനിയുടെ ഷെയറിന് വാല്യൂ ഒരു 10,000 രൂപയാണെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ സാധാരണ ഒരു ഇൻവെസ്റ്റേഴ്സിന് അത്രയും ഒരു ഷെയർ കിട്ടാൻ തന്നെ 10,000 രൂപ മുടക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഫോർഡബിൾ അല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ കമ്പനി കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് വാല്യൂവിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് അതിന്റെ ഫേസ് വാല്യൂവിനെ നമ്മൾ എന്താക്കുന്നു? സ്മോൾ ആയിട്ട് ചെറുതാക്കി ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ സ്മോൾ ഫേസ് വാല്യൂ ഉള്ള എന്താക്കി മാറ്റുക? ഷെയർസ് ആക്കി അതിനെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ മെയിൻ പർപ്പസ് ഓഫ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ഹൈ വാല്യൂ ഷെയർസ് ടു എൻകറേജ് ട്രേഡിംഗ് ആൻഡ് മേക്ക് ദ ഷെയർസ് മോർ ആക്സസിബിൾ ടു ബ്രോഡർ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വാല്യൂ കൂടിയിട്ടുള്ള നല്ല വിലയുള്ള ഷെയർസിനെ എന്താണ് ഒരു എല്ലാവർക്കും ഈസിലി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് എന്ത് ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ പേര് തന്നെ സ്പ്ലിറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ വാല്യൂ എന്താണ് റിഡ്യൂസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്, ഫേസ് വാല്യൂ. ഓക്കെ, ഇനി നോക്കൂ, ബോണസും ബോണസ് ഷെയർസും സ്റ്റോക്ക് സ്പ്ലിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് നോക്കുക. നോക്കൂ, ഒന്ന് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ അഡീഷണൽ ഷെയർസ് ഇഷ്യൂഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങാതെ എന്താണ് നൽകുന്ന ഒന്നാണ് എന്ത്? ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡിങ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻ ടു മൾട്ടിപ്പിൾ ഷെയർസ് ഓഫ് ലോവർ ഫേസ് വാല്യൂ. അതായത് നിലവിലുള്ള ഷെയർസിനെ എന്താണ് ഡിവൈഡ് ചെയ്യാണ്, ചെറിയ ലോവർ ഫേസ് വാല്യൂ ഉള്ള ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോണസ് ഷെയർസിൽ എന്താണ്? റിമെയിൻ സെയിം, ഫേസ് വാല്യൂയിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. എന്നാൽ സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ കേസിലോ റെഡ്യൂസ് ആഫ്റ്റർ ദി സ്പ്ലിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് വാല്യൂയിൽ എന്തുണ്ടാകും? മാറ്റം ഉണ്ടാകും. പിന്നെ എഫക്ട് ഓൺ റിസർവ്. ബോണസ് ഷെയർസിന്റെ കേസിൽ എന്താണ്? റിസർവ് കുറയും. കാരണം എന്താണ്? പ്രോഫിറ്റിൽ നിന്നും അല്ലെങ്കിൽ റിസർവിൽ നിന്നുള്ള എമൗണ്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ബോണസ് ഷെയർസ് നമ്മൾ നൽകുക. അതുകൊണ്ട് റിസർവിന്റെ മുകളിൽ ബോണസ് ഷെയറിന്റെ ഇഷ്യൂന്റെ സമയത്ത് എന്താ ഉണ്ടാകുന്നത്? അവിടെ റിസർവ് കുറയാണ് ചെയ്യുക. സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ കേസിൽ റിസർവ് തൊടുന്നില്ലല്ലോ. കാരണം എന്താണ്? അവര് നിലവിലുള്ള ഷെയറിന്റെ ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഒരു 1000 രൂപയുടെ ഷെയർ ആയിരുന്നു നിലവിലുണ്ടായിരുന്നതെങ്കിൽ അതിന് നമ്മൾ 100 രൂപയുടെ ഷെയർ ആക്കി മാറ്റുമ്പോൾ ഒരു 10 ഷെയർ ആയിട്ട് അത് തന്നെ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെയറിന്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. ഷെയറിന്റെ എണ്ണം ഫേസ് വാല്യൂ കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പേഡപ്പ് ക്യാപിറ്റൽ എന്താണ്? ബോണസ് ഷെയർസിന്റെ കേസിൽ പേഡപ്പ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? പേഡപ്പ് നമ്മൾ ഇതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ എന്താണ്? ഇവിടെ ഫ്രീ റിസർവ് ആയിട്ടുള്ള പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പേഡപ്പ് ക്യാപിറ്റൽ അവിടെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക. പിന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ കേസിൽ എന്താണ്? പേഡപ്പ് ക്യാപിറ്റലിന് യാതൊരു ചേഞ്ച് ഇല്ല. കാരണം എന്താണ്? ടോട്ടൽ എമൗണ്ടിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ടോട്ടൽ എമൗണ്ടിൽ 1000 തന്നെയാണ്. 1000 ആണ് ഷെയർ എങ്കിൽ 1000 തന്നെയാണ് ടോട്ടൽ എമൗണ്ട്. പക്ഷേ നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരു ഷെയർ 1000 എന്നുള്ളത് 10 ഷെയർ 1000 ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എമൗണ്ടിൽ എന്തുണ്ടാവുന്നില്ല? ചേഞ്ചസ് ഒന്നും അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി ഇതിന്റെ പർപ്പസ് എന്താണ്? ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുന്നതിന്റെ പർപ്പസ് എന്താണ്? നമ്മുടെ കയ്യിലുള്ള കമ്പനിയുടെ കയ്യിലുള്ള എക്സസ് പ്രോഫിറ്റിനെ എന്ത് ചെയ്യുക? ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പർപ്പസ്. സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ ലക്ഷ്യം എന്താണ്? സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മാക്സിമം ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഷെയർ ലഭ്യമാക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് നോക്കാം എന്താണ് റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ. നോക്കൂ, റൈറ്റ് ഷെയർസ് ആർ ഓഫേർഡ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വെൻ ഇറ്റ് നീഡ് മോർ ഫണ്ട്. ഒരു കമ്പനിക്ക് എന്താണ് കൂടുതൽ ഫണ്ട് ആവശ്യമുള്ള സമയത്ത് കമ്പനി എന്ത് ചെയ്യുന്നു? കമ്പനി പുതുതായിട്ട് ഷെയർ ഇഷ്യൂ നടത്തേണ്ടി വരും. അപ്പോൾ പുതുതായിട്ട് കമ്പനി ഷെയർ ഇഷ്യൂ നടത്തുന്ന സമയത്ത് കമ്പനി അവരുടെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ചോദിക്കും, നിങ്ങൾക്ക് ഷെയർ വേണോ? കമ്പനി പുതുതായിട്ട് ഷെയർ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഷെയർ വേണോ എന്ന് ചോദിക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതുതായിട്ട് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഷെയർ ഓഫർ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്?
റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ബൈ ദീസ് ന്യൂ ഷെയർസ് അറ്റ് എ ലോവർ പ്രൈസ് കമ്പയർഡ് ടു ദി മാർക്കറ്റ്. അപ്പൊ ഈ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന പ്രൈസിനേക്കാളും ലോവർ പ്രൈസിലായിരിക്കും ആ ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു ഷെയർ ലഭിക്കുക. അലോയിങ് ദം ടു മെയിൻറ്റെയിൻ ദെയർ ഓണർഷിപ്പ് ഇൻ ദി കമ്പനി. ഓക്കെ, റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ എന്നുള്ളത് എന്താ മനസ്സിലായല്ലോ? റൈറ്റ്, അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി പുതുതായിട്ട് ഒരു ഷെയർ ഇഷ്യൂ നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം അവരോട് ആവശ്യപ്പെടും അവർക്ക് വേണോ, അവർക്ക് ഒരു ഓഫർ നൽകും. അവർക്ക് ഓഫർ നൽകുന്ന സമയത്ത് അവർ കമ്പനിയുടെ ഇത്രയും കാലത്ത് ഷെയർ ഹോൾഡേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് പ്രൈസിനേക്കാൾ ലോവർ പ്രൈസിലായിരിക്കും ആ ഷെയർ നൽകുക. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ ഓഫർ സ്വീകരിക്കാം, ഓഫർ സ്വീകരിക്കാതിരിക്കാം, അത് അവരുടെ ഇഷ്ടം. ഓക്കെ, അവരുടെ ഒരു ലയബിലിറ്റി ബാധ്യതയല്ല എന്ത് ആ ഓഫർ സ്വീകരിക്കുക എന്നുള്ളത്. ക്ലിയർ? ഇനി കീ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 62 സബ്സെക്ഷൻ 1. സെക്ഷൻ 62 സബ്സെക്ഷൻ 1-ൽ കമ്പനീസ് ആക്ട് 2013-ലാണ് റൈറ്റ് ഷെയർസിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് പറയുന്നത്. എന്തൊക്കെയാന്ന് നോക്കി. എന്താണ്? ഓഫർ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ന്യൂ ഷെയർസ് മസ്റ്റ് ബി ഓഫർഡ് ടു കറന്റ് ഷെയർ ഹോൾഡേഴ്സ് ഫസ്റ്റ്. പുതുതായിട്ട് കമ്പനി ഷെയർ ഇഷ്യൂ നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം? നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന്. കാരണം എന്താണ്? ഒരു പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ സംഭവിക്കാൻ പോകുന്നത് പുതിയ ഷെയർ ഹോൾഡേഴ്സ് വരുമ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ആ കമ്പനിയിൽ ഉണ്ടാവുന്ന അവകാശം കുറഞ്ഞു വരികയാണ് ചെയ്യുക, അല്ലെ? പുതിയ ഷെയർ ഹോൾഡേഴ്സ് വരുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഷെയർ എന്താണ്, അങ്ങനത്തെ അവകാശം അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ അവർ തന്നെ ചിലപ്പോൾ ആ ഷെയർ വാങ്ങാൻ തയ്യാറാവും. അപ്പൊ ആദ്യം അവരോട് ചോദിക്കണം, കമ്പനി ഈ പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വാങ്ങണോ എന്ന് ചോദിക്കണം. ഓക്കെ, ദെൻ രണ്ടാമത് ആക്സെപ്റ്റൻസ് പീരീഡ്. അപ്പോൾ നമ്മൾ കമ്പനി എന്ത് പറയുന്നു, ഈ അവരോട് നിങ്ങൾക്ക് ഷെയർ വേണോന്ന് ചോദിക്കുന്നു. ദെൻ അപ്പം അതിന് കമ്പനി ഒരു എത്ര അതിന് ഒരു വില തീരുമാനിക്കും. ഇത്ര രൂപയ്ക്കുള്ള ഷെയർ ഈ സമയത്തിനുള്ള 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം എന്ന് പറയും. ഓക്കെ, അതാണ് ഒരു ആക്സെപ്റ്റൻസ് പീരീഡ് അവിടെ ഉണ്ടാവും. ഓക്കെ, റൈറ്റ് ടു ട്രാൻസ്ഫർ. ഷെയർ ഹോൾഡേഴ്സ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ റൈറ്റ്, അവരോടാണ് നമ്മൾ ഈ ഷെയർ വേണമെന്ന് ചോദിച്ചിട്ടുള്ളത്. അവർക്ക് വേണമെങ്കിൽ അവരുടെ റൈറ്റ് വേറെ ആർക്കെങ്കിലും വേണമെങ്കിലും എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതിനുള്ള അധികാരം ഉണ്ട്. ഓക്കെ, ഡീംഡ് ഡിക്ലൈൻ. ഈ ഷെയർ ഹോൾഡർ ഡു നോട്ട് റെസ്പോണ്ട് ഇറ്റ്സ് ട്രീറ്റഡ് ആസ് ഡിക്ലൈൻ. അപ്പോൾ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനോട് അവർക്കൊരു ഓഫർ കൊടുക്കുകയാണല്ലോ, ആ ഓഫർ അവർക്ക് 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അപ്പൊ അവരത് ആ ഓഫർ എന്നോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവരത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. അപ്പം ആ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യും, അതിന് പബ്ലിക് ഇഷ്യൂയുടെ പുറത്തേക്ക് ഇഷ്യൂ നടത്താം. ഓക്കെ, ദെൻ ബോർഡ് അതോറിറ്റി നോക്കൂ. ദ ബോർഡ് ക്യാൻ സെൽ ദ ഷെയർസ് ടു അതേഴ്സ് ഈഫ് ഷെയർ ഹോൾഡേഴ്സ് ഡിക്ലൈൻ. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ആ ഷെയർ എന്താണ് ഓഫർ സ്വീകരിക്കുന്നില്ല എങ്കിൽ നമുക്ക് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഔട്ട്സൈഡേഴ്സിന് അല്ലെങ്കിൽ പുറത്തേക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ നടത്താം. ഓക്കെ, അപ്പൊ ഇത്രയും പ്രൊവിഷൻസ് ആണ് റൈറ്റ് ഷെയർസുമായി ബന്ധപ്പെട്ട് ഉള്ളത് കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട്. അപ്പം 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഓഫർ സ്വീകരിക്കണം. ആദ്യമായിട്ട് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ആ ഓഫർ കൊടുക്കേണ്ടത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ്. പിന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ അത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് കൃത്യസമയത്തിനുള്ളിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഓഫർ സ്വീകരിക്കുന്നില്ല എന്നുള്ള അർത്ഥം. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യാം, അത് കമ്പനിക്ക് പുറത്തേക്ക് വേണമെങ്കിൽ ഇഷ്യൂ നടത്താം. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവിന്റെ കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് കമ്പനിക്ക് എന്തൊക്കെയാണ്, ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെയാണെന്നുള്ളതാണ് അവിടെ പറയുന്നത്. നോക്കൂ, ടു കമ്പനീസിനുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന്, ലോവർ ഇഷ്യൂ കോസ്റ്റ് കമ്പയർഡ് ടു പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂവിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ഒരു കമ്പനിക്ക് ഇഷ്യൂ കോസ്റ്റ് വളരെയധികം കുറവായിരിക്കും. കാരണം നമ്മൾ പബ്ലിക് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ കമ്പനി പുതുതായിട്ട് ഇങ്ങനെ ഷെയർ ഇഷ്യൂ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഡ്വർടൈസ്മെന്റും അതുപോലെ തന്നെ ബ്രോക്കറേജും കമ്മീഷനൊക്കെ ഒരുപാട് നൽകേണ്ടി വരും. അപ്പോൾ കാരണം ഷെയർ ഹോൾഡേഴ്സും പുതുതായിട്ട് കണ്ടെത്തേണ്ടി ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഇത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനല്ലേ നൽകുന്നത്. അപ്പം പിന്നെ പുതിയ ആളുകളെ തേടി പോകേണ്ട ആവശ്യം കമ്പനിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോസ്റ്റ് ഒക്കെ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഷെയർ എന്താവുന്നത്, മാർക്കറ്റ് പ്രൈസിനേക്കാൾ ലോവർ പ്രൈസിൽ ആർക്ക് കൊടുക്കുന്നതും നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നതും. ഓക്കെ, സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്താണ്? സെർട്ടനിറ്റി ഇൻ ക്യാപിറ്റൽ റൈസിംഗ് സിൻസ് ഓഫർഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ക്യാപിറ്റൽ റൈസിംഗ്, പണം നമുക്ക് കിട്ടുന്ന കാര്യത്തിൽ അവിടെ ഒരു സെർട്ടനിറ്റി ഉണ്ട്, നമുക്കൊരു ഉറപ്പുണ്ട്. എന്തുകൊണ്ടാണ് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മളത് നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഇംപ്രൂവ്സ് കമ്പനീസ് ഇമേജ് ബൈ റൈസിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻലി.
അതുപോലെ തന്നെ പബ്ലിക്കിനിടയിൽ കമ്പനിയുടെ ഇമേജ് ഉണ്ടാവാനും അത് ഇടയാക്കും. ഓക്കെ, ഇമേജ് വർദ്ധിക്കാനും അത് ഇടയാക്കും. പിന്നെ ഷെയർ ഹോൾഡേഴ്സിനുള്ള ബെനിഫിറ്റ് എന്താണ്? ഷെയർസ് അറ്റ് ലോവർ പ്രൈസ് ദാൻ മാർക്കറ്റ് വാല്യൂ. ഷെയർ ഹോൾഡേഴ്സിന് ഒരുപാട് ഷെയർസ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വാല്യൂവിന് ലഭിക്കും എന്നുള്ളതാണ് അവർക്കുള്ള ഒരു ഗുണം. പിന്നെന്താണ്? പ്രിസർവ് ഷെയർ ഹോൾഡേഴ്സ് കൺട്രോൾ ബൈ മെയിൻറ്റെയിനിങ് ഓണർഷിപ്പ് സ്റ്റേക്ക്. അതായത് ഓണർഷിപ്പ് പുറത്തേക്ക് പോവാതെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ തന്നെ എന്താണ് നിലനിർത്താൻ സാധിക്കുന്നതാണ്. കാരണം പുതുതായിട്ട് ഷെയർ പുറത്തേക്ക് നൽകി കഴിഞ്ഞാൽ അവരും കൂടി കമ്പനിയുടെ ഓണേഴ്സ് ആയി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ പുറത്തേക്ക് പോവാതെ ഈ നിലവിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണല്ലോ ഇത് വാങ്ങുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങുന്ന സമയത്ത് ആ റൈറ്റ് പുറത്തേക്ക് പോവാതെ അവരുടെ കയ്യിൽ തന്നെ നിലനിൽക്കാൻ ഇത് സഹായിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി ഈ റൈറ്റ് വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഈ റൈറ്റ് ഇഷ്യൂ നടത്തുന്ന സമയത്ത് റൈറ്റ് ഷെയറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. രണ്ട് മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക. ദ വാല്യൂ ഓഫ് റൈറ്റ് റെഫേഴ്സ് ടു ദ benefit a shareholder gain when they buy right share at a price lower than market price. അപ്പം എന്താണ് ഈ വാല്യൂ ഓഫ് റൈറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഷെയർ ഹോൾഡർ റൈറ്റ് ഷെയർ വാങ്ങുന്ന സമയത്ത് അയാൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ ആ ഷെയർ ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ബെനിഫിറ്റ് തന്നെ ആണ് എന്ത് വിളിക്കുന്നത്? വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. ഈ വാല്യൂ ഓഫ് റൈറ്റ് നമുക്ക് രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഡയറക്റ്റ് അതിൽ സെക്കൻഡ് മെത്തേഡ് ആണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. രണ്ട് മെത്തേഡ് ഇവിടെ ഉണ്ട്. സെക്കൻഡ് മെത്തേഡ് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ആണ്. അതെല്ലാം നമുക്ക് നോക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് മെത്തേഡ് ആണ്. ഏതായാലും നിങ്ങൾ രണ്ട് മെത്തേഡ് നിങ്ങൾ പഠിച്ചോളൂ. അപ്പൊ ഏറ്റവും ഒന്നാമത്തെ മെത്തേഡ് നോക്കും. കാൽക്കുലേറ്റ് ദി ടോട്ടൽ പ്രൈസ് ഓഫ് ഓൾ ദി ഷെയർസ്. സ്റ്റെപ്പ് 1 എന്താണ്? നമ്മുടെ മൊത്തം ഷെയർസിന്റെ ടോട്ടൽ പ്രൈസ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ മാർക്കറ്റ് പ്രൈസ്, അപ്പൊ നിലവിലുള്ള ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസ്, അപ്പൊ ദെൻ ആഡ് അതിനോട് കൂടി എന്ത് ചെയ്യണം? ഇഷ്യൂ പ്രൈസ് ഓഫ് ദി പ്രൊപ്പോർഷണേറ്റ് റൈറ്റ് ഷെയർസ്. അപ്പൊ നിലവിലുള്ള ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് പ്ലസ് നമ്മൾ പുതുതായിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്ന റൈറ്റ് ഷെയർസിന്റെ പ്രൈസ്. ഓക്കെ, അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രൈസ് കിട്ടും. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 2ലേക്ക് വരിക. കാൽക്കുലേറ്റ് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ്. നമ്മൾ ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ സ്റ്റെപ്പ് 1 കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ടല്ലോ, ടോട്ടൽ പ്രൈസ്. അതായത് നിലവിലുള്ള ഷെയർ പ്ലസ് എന്താണ് റൈറ്റ് ഷെയറിന്റെ വാല്യൂ കൂടി കൂട്ടിയിട്ടുള്ള ആ ടോട്ടൽ പ്രൈസ് ഡിവൈഡ് ബൈ എന്താണ് നിലവിലുള്ള ഷെയറിന്റെ എണ്ണം പ്ലസ് റൈറ്റ് ഷെയറിന്റെ എണ്ണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രൈസ് കിട്ടും അല്ലെ? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ആണ് ആവറേജ് എന്ന് പറയുന്നത് അല്ലെ? അപ്പം നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ വാല്യൂ കൂടിയാണ്. അതായത് നിലവിലുള്ള ഷെയറിന്റെ വാല്യൂ പ്ലസ് റൈറ്റ് ഷെയറിന്റെ വാല്യൂ ആണ് എന്ത്? നമ്മുടെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിലവിലുള്ള ഷെയറിന്റെ എണ്ണം പ്ലസ് റൈറ്റ് ഷെയറിന്റെ എണ്ണം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രൈസ് ഇവിടെ കിട്ടും. ക്ലിയർ? Then average price is also known as theoretical market price. Average price നമുക്ക് എന്ത് വിളിക്കാം? തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഫൈൻഡ് തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ പ്രൈസ് ആസ് പെർ സ്റ്റെപ്പ് 1 അല്ലെ? അതായത് എന്താണ് എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ വില പ്ലസ് എന്താണ് പ്രൊപ്പോർഷണേറ്റ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഷെയറിന്റെ എമൗണ്ട് രണ്ടും കൂടിയും ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഡിവൈഡ് ബൈ എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ എണ്ണം പ്ലസ് റൈറ്റ് ഷെയർസിന്റെ എണ്ണം. അപ്പൊ കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് മാത്രം കണ്ടുപിടിക്കുന്ന തരത്തിൽ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ABC എന്ന് പറഞ്ഞിട്ട് രീതിയിൽ തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് എന്നുള്ള ടേം നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, സ്റ്റെപ്പ് 3 മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിറ്റർമൈൻ ദി വാല്യൂ ഓഫ് റൈറ്റ്. അപ്പൊ നമ്മൾ പിന്നെ മൂന്നാം സ്റ്റെപ്പ് എന്താണ്? വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് വാല്യൂ ഓഫ് റൈറ്റ്? വാല്യൂ ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ മൈനസ് ആവറേജ് പ്രൈസ് ഓഫ് ദി ഷെയർ. മാർക്കറ്റ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ആവറേജ് പ്രൈസ് നമ്മൾ ഇവിടെ കണ്ടെത്തും ചെയ്യും. ഓക്കെ, അപ്പൊ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ആവറേജ് പ്രൈസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ശരിക്കും ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് അങ്ങനെ എന്താണ് തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് ഒന്നും കാണാൻ പറയാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്താണ്? സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കൂ. Instead of using method 2, instead of using using 3 steps of method 1, we can use the following directly to calculate value of right. അപ്പം നമ്മൾ ഈ 3 സ്റ്റെപ്പ് യൂസ് ചെയ്ത് വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? വളരെ ഒറ്റ സ്റ്റെപ്പിലൂടെ തന്നെ നമുക്ക് വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ന്യൂ റൈറ്റ് ഷെയർസ്, പുതിയ റൈറ്റ് ഷെയർസ് എത്രയാണോ അതിന്റെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ പുതിയ ഷെയറിന്റെ എണ്ണം പ്ലസ് നിലവിലുള്ള ഷെയറിന്റെ എണ്ണം. ഓക്കെ, ഇൻറ്റു എന്ത് ചെയ്യണം?
മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കാം. ചില സമയത്ത് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കും സം ടൈം പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഇസ് റിക്വയർഡ് ടു ബി ഫണ്ട്. ചില സമയത്ത് നമുക്ക് എന്താണ് ഈ റൈറ്റ് ഷെയർ ഇഷ്യൂ നടത്തിയതിന്റെ ഭാഗമായിട്ട് ക്യാപിറ്റലിൽ എത്ര ശതമാനം വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിക്കും. അങ്ങനെയുള്ള കേസിൽ ആ വർധനവ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് താഴെ പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്താണ്? പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ നടത്തിയതിനു ശേഷം ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിട്ടുള്ള വർധനവ് എത്രയാണെന്ന് വെച്ചാൽ അത് ഡിവൈഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂന് മുമ്പ് ഉണ്ടായിരുന്ന ഷെയർ ക്യാപിറ്റൽ എത്രയാന്ന് നോക്കുക, ഇൻറ്റു 100. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനം വർധനവ് ഷെയർ ക്യാപിറ്റൽ റൈറ്റ് ഇഷ്യൂ നടത്തിയതിനു ശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ? അപ്പോൾ വളരെ സിമ്പിൾ ആണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. അതൊന്ന് നമുക്ക് ഇനി അതിലൊരു ചെറിയൊരു എക്സാമ്പിൾ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാനിവിടെ ആൻസർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ. എ കമ്പനി ഓഫർ ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ദ റൈറ്റ് ടു ബൈ 2 ഷെയർസ് അറ്റ് ₹115 ഫോർ എവറി 5 ഷെയർസ് ഓഫ് 100 ഈച്ച് ഹെൽഡ്. അതായത് ഒരു കമ്പനി നിലവിലെ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് ഒരു ഓഫർ നൽകി. ഓക്കെ, എന്താണ് ബൈ 2 ഷെയർസ്, 2 ഷെയർസ് അവർക്ക് 115 രൂപയ്ക്ക് 2 ഷെയർസ് അവർക്ക് ഓഫർ നൽകി. എങ്ങനെയാണ്? ഫോർ എവറി 5 ഷെയർസ് ഹെൽഡ് 100 ഈച്ച്. അപ്പോൾ ഓരോ 100 രൂപ വിലയുള്ള 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് 115 രൂപയുടെ എന്താണ് 115 രൂപയ്ക്ക് 2 ഷെയർ കമ്പനി ഓഫർ ചെയ്യാണ്. അപ്പൊ റൈറ്റ് ഷെയർ എത്ര എണ്ണമാണ്? 2 എണ്ണമാണ്. നിലവിലെ ഷെയർ എത്രയാണ്? 5 എണ്ണമാണ്. ഓക്കെ, ദെൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഷെയർ ഈസ് 150 ഈച്ച്. ആ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 150 രൂപയാണ്. ക്ലിയർ? ദെൻ ദ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ഈസ് 30 ലാക്ക്. നിലവിൽ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 30 ലക്ഷം രൂപയാണ്. നിലവിൽ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 30 ലക്ഷം രൂപയാണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റൈറ്റ് ആൻഡ് ആൾസോ ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. അപ്പൊ നമ്മളിവിടെ വാല്യൂ ഓഫ് റൈറ്റ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റൈറ്റ് ആൻഡ് ആൾസോ ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. എത്ര ശതമാനം ഷെയർ ക്യാപിറ്റൽ വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കാം എത്ര ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഒന്ന് എടുത്ത് എഴുതാം. ഓക്കെ, എന്തൊക്കെ ഇൻഫർമേഷൻ അവിടെ തന്നിട്ടുള്ളത്? നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് തന്നിട്ടുണ്ട് അല്ലെ. ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 150 ആണ്. 150 രൂപയാണ് ആ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് ഷെയറിന്റെ ഇഷ്യൂ പ്രൈസ് എത്രയാണ്? ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എത്രയാണ് റൈറ്റ് ഷെയറിന്റെ ഇഷ്യൂ പ്രൈസ്? റൈറ്റ് ഷെയറിന്റെ ഇഷ്യൂ പ്രൈസ് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് എത്രയാണ്? 115 രൂപയാണ് അല്ലെ. റൈറ്റ് ഷെയർസ് 2, ഓരോ 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് 2 റൈറ്റ് ഷെയർസ് 115 രൂപയ്ക്ക് നൽകുന്നു എന്നാണല്ലോ നമ്മുടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റൈറ്റ് ഷെയറിന്റെ പ്രൈസ് എത്രയാണ്? 115 രൂപയാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി പിന്നെ എന്താ തന്നുള്ളത്? നമ്മുടെ റൈറ്റ് ഇഷ്യൂന്റെ റേഷ്യോ തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതിനൊന്നും എന്താ റേഷ്യോ? അതായത് 2/5 ആണ്. അതായത് 2 റൈറ്റ് ഷെയർ ഫോർ എവരി 5 എക്സിസ്റ്റിംഗ് ഷെയർസ് എന്നാണ് അതിനൊന്ന് മനസ്സിലാക്കുക. അതായത് ഓരോ 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് 2 ഷെയർ എന്ന് പറയുമ്പോൾ 2/5 ഓക്കെ ആണ് എന്ത് അവിടെ റേഷ്യോ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഞാൻ ഇവിടെ നോട്ട് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് മെത്തേഡ് അനുസരിച്ചിട്ട് റൈറ്റിന്റെ വാല്യൂ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ സെക്കൻഡ് മെത്തേഡ് അനുസരിച്ച് റൈറ്റിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? റൈറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ന്യൂ ഷെയർസ്, അതായത് നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അല്ലെ. അതായത് എക്സിസ്റ്റിംഗ് പ്ലസ് റൈറ്റ് ഷെയർസ് ആണ്. ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം എന്താണ് റൈറ്റ് ഷെയർ നമ്പർ ഓഫ് ന്യൂ റൈറ്റ് ഷെയർസ് എത്രയാണ്? 2 ഷെയർ ആണ് കൊടുക്കുന്നത് അല്ലെ. എത്ര ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക്? 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക്. അപ്പൊ റൈറ്റ് ഷെയറിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2 ആണ്. ക്ലിയർ? ദെൻ അടുത്ത എന്താണ്? അപ്പൊ 2 ഡിവൈഡ് ബൈ ഇനി അടുത്ത് താഴെ എന്താണ്? ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിലവിൽ 5 ഷെയറും പിന്നെ റൈറ്റ് ഷെയറിന്റെ എണ്ണം 2ഉം 5 + 2 7 അല്ലെ. അപ്പോൾ 2 ഡിവൈഡ് ബൈ 5 + 2 ഇൻറ്റു എന്താണ്? മാർക്കറ്റ് പ്രൈസ് എത്രയാ? 150 ആണ്. ഓക്കെ, 150 മൈനസ് ദെൻ ഇഷ്യൂ പ്രൈസ് അല്ലെ. ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 115. അപ്പോൾ 150 മൈനസ് 115 അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വാല്യൂ ഓഫ് റൈറ്റ് എത്രയാണ്? ഇവിടെ 10 രൂപയാണ് നമ്മുടെ വാല്യൂ ഓഫ് റൈറ്റ് ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഏത് മെത്തഡ് യൂസ് ചെയ്ത് നമ്മൾ കണ്ടെത്തി? നമ്മൾ നമ്മുടെ ഇതാണ് അതായത് സെക്കൻഡ് മെത്തഡ് യൂസ് ചെയ്ത് നമ്മൾ അത് കണ്ടെത്തി. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള അടുത്ത കാര്യം എന്താണ്? ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത്
പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ അല്ലെ, എത്ര ഷെയർ ക്യാപിറ്റൽ എത്ര വർധന ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ട്, അപ്പൊ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളതാണ്. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ എത്ര വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കുക. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ്, പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. അപ്പൊ നമ്മളെ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റലിലെ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പറഞ്ഞ ഇക്വേഷൻ എന്താണ് നമുക്കറിയാം അല്ലെ? ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക. എന്താണ് ഇക്വേഷൻ? ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂന് ശേഷമുള്ള ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുന്ന എന്താണ്? ഇൻക്രീസ്. അപ്പോൾ ഇൻക്രീസ് ഇൻ, അപ്പൊ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ, ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ. ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂവിന് ശേഷം ഷെയർ ക്യാപിറ്റൽ ഉണ്ടായ വർധനവ് ഡിവൈഡഡ് ബൈ എന്താണ്? ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് അല്ലെ, ബിഫോർ റൈറ്റ്, അത് ഇൻറ്റു 100 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഷെയർ ബിഫോർ റൈറ്റ് ഇൻറ്റു അത് ഇൻറ്റു 100 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? അപ്പൊ ഇനി എന്താണ് ഈ നിലവിൽ എത്ര ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുള്ളത്? നിലവിൽ ഉള്ള പ്രസന്റ് ക്യാപിറ്റൽ എത്രയാണ്? നിലവിൽ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിന്റെ വാല്യൂ, പ്രസന്റ് ക്യാപിറ്റൽ എത്രയാണ്? പ്രസന്റ് ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ്? 30 lakh ആണ്. 30 ലക്ഷമാണ് നിലവിലുള്ള ക്യാപിറ്റൽ. ഓക്കെ, 30 lakh. ക്ലിയർ ആണല്ലോ? 30 ലക്ഷം രൂപയാണ് നിലവിൽ ക്യാപിറ്റൽ ഉള്ളത്. പിന്നെ ഇനി പിന്നെന്താ ഉള്ളത്? 30 ലക്ഷം രൂപ നിലവിൽ ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ ഇനി അത് ഓക്കെ. ഇനി നമുക്ക് റൈറ്റ് ഇഷ്യൂ നടത്തിയതിനു ശേഷം വർധന എത്ര ഉണ്ടായത്? അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ റൈറ്റ് ഇഷ്യൂ നടത്തിയത് എത്ര ഷെയർ ആണെന്ന് അറിയണം അല്ലെ? റൈറ്റ് ഇഷ്യൂ എത്രയാണ്? റൈറ്റ് ഇഷ്യൂ നമുക്ക് റേഷ്യോ നമുക്ക് അറിയാം, 2/5 ആണ് റേഷ്യോ. അപ്പൊ നമുക്ക് അത് നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം റൈറ്റ് ഇഷ്യൂ നടത്തിയ ഷെയറിന്റെ വില. അപ്പോൾ 30 ലക്ഷമാണ് നിലവിലുള്ള എന്ത് പ്രസന്റ് ഷെയർ. അങ്ങനെയെങ്കിൽ റൈറ്റ് ഇഷ്യൂന്റെ റേഷ്യോ വെച്ച് നമുക്ക് റൈറ്റ് ഇഷ്യൂന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എമൗണ്ട് വാല്യൂ 2/5 അല്ലെ? ഓരോ 5 ഷെയർ കൈവശം വെക്കുന്ന ആൾക്ക് 2 ഷെയർ വീതം നൽകുന്നു. അങ്ങനെയെങ്കിൽ റൈറ്റ് ഇഷ്യൂ നടത്തിയതിന്റെ ഭാഗമായിട്ട് എത്ര ഷെയർ വാല്യൂ ഉള്ള ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുണ്ടാവും? എത്ര ഉണ്ടാവും? 12 ലക്ഷം അല്ലെ? 12 ലക്ഷം വിലയുള്ള ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുണ്ടാവും റൈറ്റ് ഇഷ്യൂയിലൂടെ. ക്ലിയർ? 12 ലക്ഷം വിലയുള്ള ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുണ്ടാവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എത്രയായിരിക്കും? നമ്മൾ ഇക്വേഷനിലേക്ക് പോവാം. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം, നമ്മുടെ ഇക്വേഷൻ പ്രകാരം എന്താ? ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ നടന്നതിന് ശേഷം ഷെയർ ക്യാപിറ്റൽ ഉണ്ടായ വർധനവ് എത്രയാണ്? 12 ലക്ഷം അല്ലെ? റൈറ്റ് ഇഷ്യൂ നടന്നതിന് ശേഷം ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിട്ടുള്ള വർധന എത്രയാണ്? 12 lakh. അപ്പൊ 12 lakh ഡിവൈഡ് ബൈ ദെൻ റൈറ്റ് ഇഷ്യൂന് മുമ്പ് ഉണ്ടായിരുന്ന ഷെയർ ക്യാപിറ്റലിന്റെ എണ്ണം എത്രയാണ്? അല്ലെങ്കിൽ എമൗണ്ട് എത്രയാണ്? 30 lakh ഡിവൈഡ് ബൈ 30 lakh ഇൻറ്റു എന്ത് ചെയ്യണം? 100. അപ്പൊ ചെയ്ത് കിട്ടുന്ന ആൻസർ എത്രയാണ്? അതാണ് അവിടുത്തെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് അത് വരുന്നത്? അത് വരുമ്പോൾ നമുക്ക് 40% ആണ് വരിക. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ ചെയ്യാൻ? വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യാൻ നിങ്ങൾ വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഈ പ്രോബ്ലം. നമ്മളിപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് അനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്.
നിങ്ങളൊരു ഒന്നാമത്തെ മെത്തേഡ് 1 അനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് സ്വയം വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ്. മെത്തേഡ് 1 ആയാലും മെത്തേഡ് 2 ആയാലും. ഓക്കെ, ഇക്വേഷൻ 1ഉം അല്ലെങ്കിൽ മെത്തേഡ് 1 മെത്തേഡ് 2 നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ മെത്തേഡ് 2 തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മെത്തേഡ് 1 തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇന്നത്തോടു കൂടി നമ്മൾ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മൾ എന്താണ് ബോണസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്നുള്ള ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. നമുക്ക് ഇനി ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്കുണ്ട്. നമ്മൾ രണ്ട് ബോണസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, റൈറ്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി പ്രോബ്ലംസ് നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. നമുക്ക് കംപ്ലീറ്റ് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ, ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല. അത് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് റിവിഷൻ ക്ലാസ് സമയത്ത് വീണ്ടും നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാത്ത വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ശരി.